സൂഫിസം എന്നത് 1000 പുസ്തകങ്ങൾ വായിക്കുന്നതല്ല, ദൈവസ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതാണ്. പഞ്ചസാരയുടെ രുചി വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്തതുപോലെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും അനുഭവങ്ങളും പറഞ്ഞറിയിക്കാനാവില്ല, അവ അനുഭവിച്ചറിയേണ്ടതാണ് എന്നിങ്ങനെ സൂഫിസത്തെക്കുറിച്ച് പറഞ്ഞ ചിസ്തി സൂഫി സരണിയിലെ ഒരു പ്രമുഖനായ വലിയാണ് ഹസ്രത്ത് ഖാജ ബന്ദേ നവാസ് എന്നറിയപ്പെടുന്ന സയ്യിദ് മുഹമ്മദ് ഹുസൈനി റളിയല്ലാഹു അൻഹു. കർണാടകയിലെ ഗുൽബർഗയിലാണ് ഇദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ബന്ദേ നവാസ് എന്നാണ് ഇദ്ദേഹത്തെ സാധാരണ ജനങ്ങൾ വിളിക്കാറുണ്ടായിരുന്നത്. 1321 ഡൽഹിയിൽ ജനിച്ച ബന്ദേ നവാസ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയപ്പോൾ ഇദ്ദേഹവും കുടുംബത്തോടൊപ്പം ഡെക്കാനിലേക്ക് മാറി. പിന്നീട് പിതാവിൻ്റെ മരണശേഷം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ ഇദ്ദേഹം ഹസ്രത്ത് നസീറുദ്ദീൻ ചിരാഗ് ദഹ്ലവിയുടെ ശിഷ്യനായി മാറി. പിന്നീട് ഗുരുവിൻ്റെ വഫാത്തിനു ശേഷം ഡെക്കാൻ ഭരിച്ചിരുന്ന ബാമിനി സുൽത്താനായ താജുദ്ദീൻ ഫിറൂസ് ഷായുടെ ക്ഷണപ്രകാരം 1399 ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഗുൽബർഗയിലെത്തി. പിന്നീട് ഇവിടെ ഖാൻഗാഹ് സ്ഥാപിക്കുകയും ചെയ്തു. 1422 നവംബർ 1 ഹസ്രത്ത് ഖാജ ബന്ദേ നവാസിൻ്റെ വഫാത്ത്. പിന്നീട് അന്നത്തെ ബാമിനി സുൽത്താനായിരുന്ന ആമിർ ഷാ ഇവിടെ ഒരു മക്ബറ പണി കഴിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് ഗുൽബർഗയിൽ അറിയപ്പെടുന്ന ഖാജ ബന്ദേ നവാസ് ദർഗ.